അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായം. അതിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങൾ. ആ 9 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ശരണം. ഹന്തപാപോതി ദീനാത്മാ നിന്ദൻ ക്ഷാത്രബലം മഹൽ ബ്രാഹ്മം ബലം ദുരാരാധ്യം മത്വാ സാ തപസി സ്ഥിത തപ്ത്വാ ബഹൂനി വർഷാണി തപോഘോരം മഹാവനേ ഋഷിത്വം പ്രാപഗാധേയസ്ത്യക്ത്വാ ക്ഷാത്രം വിധിം പുനാ തസ്മാത് ത്വമപി രാജേന്ദ്ര മാ കൃധാ വൈരമത്ഭുതം കുലനാശകരം നൂനം താപസൈ സഹസംയുഗം. മുനിവർയ വ്രജാദ്യ ത്വം സമാശ്വാസ്യ തപോനിധിം സുദർശനോപി രാജേന്ദ്ര. തിഷ്ഠത്വത്ര യഥാ സുഖം ബാലോയം നിർധന കിം തേ കരിഷ്യതി നൃപാഹിതം
വൃഥാ തേ വൈരഭാവോയമനാഥേ ദുർബലേ ശിശൗ ദയാ സർവത്ര കർത്തവ്യാ ദൈവാധീനമിദം ജഗൽ ഈർഷ്യയാ കിം നൃപശ്രേഷ്ഠ യദ്ഭാവ്യം തദ്ഭവിഷ്യതി വജ്രം തൃണായതേ രാജൻ ദൈവയോഗാന്ന സംശയാ തൃണം വജ്രായതേ ക്വാപി സമയേ ദൈവയോഗത ശശകോ ഹന്തി ശാർദൂലം മശകോ വൈ തഥാ ഗജം സാഹസം മുഞ്ച മേധാവിൻ കുരു മേ വചനം ഹിതം വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ യുധാജിൽ നൃപസത്തമാ പ്രണമ്യ തം മുനിം മൂർധ്നാ ജഗാമ സ്വപുരം നൃപ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 31-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി ജഗദംബികയായ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദീനനായി വിശ്വാമിത്രൻ ക്ഷാത്രബലത്തിനെയപ്പോൾ അത്യധികം നിന്ദിച്ചല്ലോ. അതിനുശേഷം ബ്രഹ്മബലത്തെ വെല്ലുവാൻ സാധ്യമല്ലെന്നോർത്തു. പിന്നെ ബ്രഹ്മത്തെ അറിയാനുഗ്രതപം തുടങ്ങി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൊടുങ്കാട്ടിലേറെ കാലം തപം ചെയ്തു വിശ്വാമിത്രൻ. ക്ഷാത്രധർമ്മം വിട്ടു ഋഷിയായിട്ടു മാറി. അതുകൊണ്ടു വൈരത്തിനു അവസരമുണ്ടാക്കേണ്ട. താപസരുമായി വൈരം കുലം മുടിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുനിയോടു നല്ല വാക്കു ചൊല്ലി ഭവാൻ മടങ്ങുക. സുദർശനൻ പാർക്കട്ടെ സസുഖമിവിടെ. അങ്ങയ്ക്കു അഹിതമായി ഇവനെന്തു ചെയ്യാനാകും? അനാഥനും ദുർബലനുമാണല്ലോ ഇവൻ. ഇവനോടു വൈരം വേണ്ട, ദയ കാട്ടു ഈ ലോകമോ. ഈശ്വരനു അധീനം താൻ ഈർഷ്യ കളയൂ.
ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. എല്ലാം ഈശ്വരന്റെ ഹിതം പുല്ലും വജ്രതുല്യമാകും വജ്രമോ തൃണവുമാകും സംശയം വേണ്ട. മുയൽ കടുവയെ കൊല്ലും കൊതുകു ആനയെ കൊല്ലും അതെല്ലാം ഈശ്വരഹിതം ഹിതകാംക്ഷി ഞാൻ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു മന്ത്രി വൃദ്ധവാക്കു കേട്ടു മുനിയെ നമസ്കരിച്ചു യുധാജിത്തു നഗരത്തിലേക്കു മടങ്ങി. മന്ത്രി വൃദ്ധവാക്കു കേട്ടു മുനിയെ നമസ്കരിച്ചു യുധാജിത്തു നഗരത്തിലേക്കു മടങ്ങി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം അമ്മേ ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം മുതൽ 31 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് ജഗജ്ജനനിയായ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിച്ചത്. ഭാഷാഗാനമായി പാടിയതും. ഇന്ന് അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 251-ാമത്തെ ദിവസമാണ്. ആ അമ്മയുടെ കീർത്തനം, അമ്മയുടെ നാമസങ്കീർത്തനം ഇതൊക്കെ തന്നെ നമ്മെ ആത്മീയതയുടെ അഭൗമ തലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഒരു ശ്ലോകം ചൊല്ലി നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു
ഞാനംബികേ. വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും നന്ദിനി എന്ന കാമധേനുവിനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ നന്ദിനിയുടെ ദേഹത്ത് നിന്നുണ്ടായ അതിബലിഷ്ഠന്മാരായിരിക്കുന്ന ആളുകളിൽ നിന്ന് തോൽവി പറ്റി വിശ്വാമിത്രൻ ഏകാഗിയായി അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. അദ്ദേഹം ആലോചിക്കുകയാണ്, ഹന്ത പാപോതി ദീനാത്മാ നിന്ദൻ ക്ഷാത്രബലം മഹൽ. കഷ്ടം. ഹന്ത അദ്ദേഹം പറയുകയാണ്, പാപിയായ ദീനചിത്തനായ വിശ്വാമിത്രൻ ആ ക്ഷാത്രബലത്തെ നിന്ദിച്ചു. അതിൻ്റെ ആ കഴിവ് കുറവിനെ അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ്. ബ്രാഹ്മം ബലം ദുരാരാധ്യം മത്വാസ തപസി സ്ഥിത. ബ്രഹ്മബലത്തെ വെല്ലാൻ ആർക്കും സാധിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അത് നേടിയെടുക്കാൻ തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. തപ്ത്വാ ബഹൂനി വർഷാണി. വളരെയധികം വർഷങ്ങൾ തപസ് ചെയ്തു. തപോ ഘോരം മഹാവനേ. തപസ് എവിടെയാണ്? ആ ഘോരമായ കൊടുങ്കാട്ടിൽ ചെന്ന് അനേക കാലം നീണ്ടുനിന്ന അതിഘോരമായ തപസ് വിശ്വാമിത്രൻ നടത്തി. ഋഷിത്വം പ്രാപ. അതുകൊണ്ട് എന്തായി? ഋഷിയായി മാറി. ഗാധേയസ്ത്യക്ത്വാ ക്ഷാത്രം വിധിം പുന. തപസ്സനുഷ്ഠിച്ച് ഗാധിപുത്രനായ വിശ്വാമിത്രൻ ക്ഷത്രിയധർമ്മം വിട്ട് ഋഷിയായി മാറി എന്നും പറയണു. തസ്മാത്വമപി രാജേന്ദ്ര. അതുകൊണ്ട് രാജാവേ, യുധാജിത്തിനോട് പറയാണ്, മാ കൃധാ വൈരമദ്ഭുതം. ഒരിക്കലും അങ്ങ് അത്ഭുതകരമായ വൈരത്തിന് അവസരമുണ്ടാക്കരുത്. കുലനാശകരം നൂനം താപസൈ സഹസയുഗം. താപസന്മാരുമായി ശ്രേഷ്ഠന്മാരായ സജ്ജനങ്ങളുമായിട്ടുള്ള പോര് കുലത്തെ നശിപ്പിക്കുന്നതാണ്. കുലനാശകരം നൂനം, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ പോലും പാടില്ല എന്ന് അവിടെ ഉറപ്പിച്ച് പറയുന്നു ആ മന്ത്രിവൃദ്ധൻ. മനോരമയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരാൻ, സുദർശനനെ നിഗ്രഹിക്കാൻ ഒക്കെ തീരുമാനിച്ചുകൊണ്ടാണ് യുധാജിത്ത് ഈ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് എത്തിയത്. ഭരദ്വാജൻ പറഞ്ഞു, ഒരിക്കലും അങ്ങയുടെ കൂടെ മനോരമയെ ഞാൻ വിട്ടയക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബലമായി പിടിക്കുമെന്ന് പറഞ്ഞത്. ബലമായി പിടിക്കാനുള്ള ആ താല്പര്യത്തെയാണ് ഇവിടെ തടസ്സപ്പെടുത്തിയത്. തൻ്റെ വാക്കുകളിലൂടെ അതിൻ്റെ ന്യായാന്യായങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് മന്ത്രിവൃദ്ധനോട് ചോദിക്കാനുള്ളൊരു വകതിരുവെങ്കിലും യുധാജിത്ത് കാണിച്ചു. അദ്ദേഹം അത് വേണ്ടതുപോലെ തൻ്റെ രാജാവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, താപസന്മാരുമായിട്ടുള്ള പോര് കുലത്തെ നശിപ്പിക്കും. മുനിവര്യ വ്രജാദ്യ ത്വം സമാശ്വാസ്യ തപോനിധിം സുദർശനോപി രാജേന്ദ്ര തിഷ്ഠത്വത്ര യഥാസുഖം. തപോനിധിയായ ആ മുനിശ്രേഷ്ഠനോട് നല്ല വാക്കുകൾ പറയുക, സന്തോഷിപ്പിക്കുക, എന്നിട്ട് അങ്ങ് തിരിച്ചു പോവുക. ഇതാണ് വേണ്ടത്. സുദർശനൻ സസുഖം ഇവിടെ താമസിക്കട്ടെ. സുദർശനെ നിഗ്രഹിക്കാനുള്ള അങ്ങയുടെ ചിന്ത ഉപേക്ഷിച്ചോളൂ. സുദർശനൻ ഇവിടെ നിൽക്കട്ടെ. അങ്ങ് നല്ല വാക്കുകൾ പറഞ്ഞ് ആ ഭരദ്വാജ എന്ന ആശ്രമത്തിലെ ആ മുനിയെ സന്തോഷിപ്പിച്ച് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. ബാലോയം നിർധന കിം തേ കരിഷ്യതി നൃപാഹിതം. രാജാവേ, അങ്ങയ്ക്ക് അഹിതമായി എന്താണ് ഈ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുക? പ്രത്യേകിച്ചും നിർധനനാണ്. കയ്യിൽ ധനമൊന്നുമില്ലാത്ത ഈ കുട്ടിക്ക് എങ്ങനെ അങ്ങയുമായി ഒരു പോരിന് വരാനായിട്ട് സാധിക്കും? വൃഥാതേ വൈരഭാവോയമനാഥേ ദുർബലേ ശിശൗ. അതുകൊണ്ട് അനാഥനും ദുർബലനും കുട്ടിയുമായിരിക്കുന്ന ഇവനോട്, ശിശുവുമായിരിക്കുന്ന ഇവനോട് ഈ വൈരം എന്നുള്ളത് വെറുതെയാണ് എന്ന് ചിന്തിക്കൂ. പറഞ്ഞുകൊടുത്തു. ആ മന്ത്രിവൃദ്ധൻ
വേണ്ടതുപോലെ യുധാജിത്തിന്. ദയാ സർവത്ര കർത്തവ്യ ദൈവാധീനമിതം ജഗൽ ഈർഷ്യയാ കിം നൃപശ്രേഷ്ഠ യദ്ഭാവ്യം തദ്ഭവിഷ്യതി. എല്ലായിടത്തും ദയയാണ് കാണിക്കേണ്ടത്. ഈ ലോകം ഈശ്വരനാധീനമാണ്. നമ്മൾ വൈരമല്ല വെച്ച് പുലർത്തേണ്ടത്, ദയയാണ് വെച്ച് പുലർത്തേണ്ടത്. അതുകൊണ്ട് ഈർഷ്യ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈർഷ്യയാ കിം നൃപശ്രേഷ്ഠ യദ്ഭാവ്യം തദ്ഭവിഷ്യതി. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. പറഞ്ഞുകൊടുത്തു. വജ്രം തൃണായതേ രാജൻ ദൈവയോഗാന്ന സംശയ. ഈശ്വര സങ്കല്പം കൊണ്ട് വജ്രം പോലും തൃണസമാനമാവും. അതേപോലെ തന്നെ തൃണം വജ്രായതേ ക്വാപി. ചില സന്ദർഭങ്ങളിൽ ഈ തൃണം, ഒരു പുല്ല്, അതെന്തായിത്തീരും? വജ്രതുല്യമായി തീരും എന്ന് മനസ്സിലാക്കൂ. സമയേ ദൈവയോഗത. ഇതിൽ സംശയം വേണ്ട. ഈശ്വര നിയോഗം അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശശകോ ഹന്തി ശാർദൂലം. ശശകൻ, ആ മുയല്, ഹന്തി ശാർദൂലം, എന്തിനു കൊല്ലും? കടുവയെ കൊല്ലും. മശകോവൈ തഥാഗജം, കൊതുക്, അത് ആനയെയും കൊല്ലും. ഇതെല്ലാം സാഹസം മുഞ്ച മേധാവിൻ കുരുമേ വചനം ഹിതം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈശ്വരന്റെ സങ്കല്പമാണ്. ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ബുദ്ധിമാനായിരിക്കുന്ന അങ്ങ് മേധാവിൻ കുരുമേ വചനം ഹിതം. അങ്ങ് സാഹസം മുഞ്ച, സാഹസത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങക്ക് ഹിതമായിട്ട് ഉള്ളതാണ് പറയുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കൂ. വ്യാസം പറയുകയാണ്, തച്ഛ്രുത്വാ വചനം തസ്യ യുധാജിൽ നൃപസത്തമ പ്രണമ്യതം മുനിം മൂർധ്ന ജഗാമ സ്വപുരം നൃപ. വൃദ്ധനായ മന്ത്രിയുടെ വാക്കുകേട്ട് യുധാജിത്ത് മഹർഷിയെ നമസ്കരിച്ചിട്ട്, ശിരസാ പ്രണമ്യ, ശിരസ് കൊണ്ട് നമസ്കരിച്ചിട്ട് തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്ന 31-ാമത്തെ ശ്ലോകത്തോടെ ഇന്നത്തെ കഥാകഥനം സമർപ്പിക്കുന്നു. ഓം ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.